കേന്ദ്രം മൂട്ട് ചെയ്ത ഒരു പദ്ധതിയാണ്. സംസ്ഥാനങ്ങളോട് റെയിൽവേയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചറായി ഈ അതിവേഗ റെയിൽ പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്രം നിർദ്ദേശിക്കുന്നു. ഇത് സംബന്ധിച്ച കമ്മ്യൂണിക്കേഷനുകൾ 2020 വരെ ഉണ്ട്. അതനുസരിച്ചാണ് ഈ പദ്ധതി രൂപം കൊള്ളുന്നത്. ആ പദ്ധതിക്ക് പിന്നീട് രാഷ്ട്രീയമായ എതിർപ്പുകൾ വന്നു എന്ന് മാത്രമല്ല, ധാരാളം പ്രശ്നങ്ങൾ, കൺസേൺസ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു. അതുകൊണ്ടുകൂടിയാകാം ഒരു പക്ഷേ റെയിൽവേ ബോർഡിൻ്റെ അനുമതി കിട്ടാത്തത്. ഇതുവരെ കേന്ദ്ര അനുമതി കിട്ടാത്തൊരു പദ്ധതിയാണ്, റെയിൽവേ ബോർഡിൻ്റെ അനുമതി കിട്ടാത്തൊരു പദ്ധതിയാണ്, നടക്കുമോ ഇല്ലയോ എന്ന് അറിയാത്ത പദ്ധതിയാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ ചിലപ്പോൾ പോസിറ്റീവ് സിഗ്നലും ചിലപ്പോൾ നെഗറ്റീവ് സിഗ്നലും തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന പദ്ധതി എന്ന് പറയാം. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ റെയിൽവേ ഒരു ചർച്ച നടത്തുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി വേണം എന്ന് വിചാരിച്ച് തന്നെയുള്ള ചർച്ചയായിരിക്കുമോ അത്? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റെയിൽവേ ഒരു കാര്യത്തിൽ റെയിൽവേക്ക് കർശനമായ നിലപാടുണ്ട്. അത് ഈ സ്റ്റാൻഡേർഡ് ഗേജ് ഒരു കാരണവശാലും റെയിൽവേ അംഗീകരിക്കാൻ പോകുന്നില്ല. റെയിൽവേ വന്ദേ ഭാരത് കൂടി ഓട്ടാൻ സാധിക്കുന്ന, ചരക്ക് തീവണ്ടികൾ വരെ ഓട്ടാൻ സാധിക്കുന്ന, റെയിൽവേക്ക് ഉപകാരപ്രദം കൂടിയാവുന്ന ബ്രോഡ് ഗേജ് ആയിട്ടുള്ള സംവിധാനത്തെ മാത്രമേ റെയിൽവേ അംഗീകരിക്കാൻ പോകുന്നുള്ളൂ. അതാണ് അവരുടെ ടെക്നിക്കലായിട്ടുള്ള ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ഈ റെയിൽവേയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിൽ പിണറായി വിജയനും അശ്വിനി വൈഷ്ണവുമായി ഉണ്ടായ ചർച്ചകളിൽ പറഞ്ഞത് ഒന്ന് ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന രീതിയിലാണ്. അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഒന്ന് ഈ ബ്രോഡ് ഗേജ് ആണെങ്കിൽ, ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള DPR പ്രകാരം കല്ലും മണ്ണും ഉപയോഗിച്ചൊരു മതിൽ പോലെ കെട്ടി ഉയർത്തി അതിന് മുകളിൽ കൂടി ഈ റെയിൽ ഫിക്സ് ചെയ്യുന്നൊരു പദ്ധതിയാണ് നിലവിലുള്ളത്. ഒരു കാരണവശാലും അത് റെയിൽവേ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമെന്ന് എനിക്ക് ബോധ്യമില്ല. കാരണം ഒന്നുകിൽ ഇത് മെട്രോ സർവീസ് പോലെ ഡൽഹിയിലൊക്കെ ഉള്ളതുപോലെ ഭൂമിക്കടിയിലൂടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ വയോഡക്റ്റായി, അതായത് പില്ലർസിൻ്റെ മുകളിൽ കൂടി പോകേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത, ഇതിനാവശ്യമായി വരുന്ന ചെലവ് എത്രയാണെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അടുത്ത 25 വർഷം ഈ അമൃതകാലത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി മൊത്തം നീക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടുവച്ചിട്ടുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. അതായത് റെയിൽ വികസനം, റോഡ് വികസനം, വിമാനയാത്രാ വികസനം, ജലത്തിലൂടെയുള്ള, അതായത് പുഴകളിലൂടെ, ഇപ്പോൾ വാരാണസി ഗംഗയിലൂടെ അങ്ങ് ആസാമിലെ ഗോഹട്ടി വരെയൊക്കെ അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ ഉള്ള ഈ എന്താ പറയുക, ഈ നമ്മുടെ ഈ ചെറിയ കപ്പലുകൾ, പുഴയിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ ഉപയോഗിച്ച ഗതാഗതം അതിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ, മറ്റേ സമുദ്രാതിർത്തികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി കണ്ടുവച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ യാത്രയ്ക്കുള്ള ആവശ്യം ഉയരുകയാണ്, പല പദ്ധതികൾ ആവശ്യം വരും. പക്ഷെ ഇവിടെ ഇപ്പോൾ റെയിൽവേ ഉന്നയിച്ചിരിക്കുന്ന വാദം താങ്കൾ ഉന്നയിച്ചത് തന്നെയാണ്. അതായത് ഇത് സ്റ്റാൻഡേർഡ് ഗേജിൽ പറ്റില്ല, ബ്രോഡ് ഗേജിൽ പറ്റണം. അങ്ങനെ ബ്രോഡ് ഗേജ് പാത നമ്മുടെ റെയിൽ നെറ്റ്വർക്കുമായി കണക്റ്റഡ് ആവണം. അതിൽ യാത്രാ തീവണ്ടികളും ചരക്ക് തീവണ്ടികളും ഓടിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു പാത ഒരു ഡെഡിക്കേറ്റഡ് പാതയാവില്ല, ഒരു സ്റ്റാൻഡ് അലോൺ പാതയാവില്ല, നമ്മുടെ റെയിൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാതയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 2 റെയിൽ പാതകളുണ്ട്, അതിൻ്റെ 3-ാം പാതയായിരിക്കും. അങ്ങനെ ഒരു 3-ാം പാത എന്ന് പറയുമ്പോൾ അതിലൂടെ ഈ 20 മിനിറ്റ് ഇടവേളയിൽ ട്രെയിനുകൾ, ഈ അതിവേഗ ട്രെയിനുകൾ കടത്തിവിട്ടുകൊണ്ടേയിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം മറ്റു ട്രെയിനുകളും അതുവഴി ഓടുകയല്ലേ. അപ്പോൾ ആ പാത എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ റെയിൽവേ പണിയേണ്ട 3-ാം പാതയാണ്. ഇപ്പോൾ റെയിൽവേ കേരളത്തിൽ പണിയേണ്ട 3-ാം പാത ജപ്പാനിൽ നിന്ന് വായ്പ എടുത്ത് സംസ്ഥാന സർക്കാർ പണിത് കൊടുക്കണോ? ഇതാണ് ചോദ്യം, താങ്കൾ ചോദിച്ചതാണ് ചോദ്യം. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പരമാവധി പോയാൽ റെയിൽവേയുടെ അവർ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരമാവധി പോയാൽ ഇവിടെ ഒരു അതിവേഗ പാത, റെയിൽവേയുടെയും കൂടി സഹകരണത്തിൽ ഒരു അതിവേഗ പാത, അതായത് നിലവിലുള്ള 2 ലൈനിന് പകരം 3-മതൊരു ലൈൻ റെയിൽവേയുടെ തീവണ്ടികൾ ഓട്ടാനും
സംസ്ഥാന സർക്കാർ അവരുടെ സങ്കല്പത്തിലുള്ള തീവണ്ടികൾ ഓട്ടാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അതിവേഗ പാത, അത് മൂന്നാമത്തെ ലൈൻ. ഇതിലപ്പുറമൊന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട. കാരണം ഭൂമി ഇതിനു വേണ്ടി മാത്രമായി വിട്ടുതരാൻ, അതായത് ഇവരുദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ഈ സംവിധാനത്തിന് മാത്രമായി റെയിൽവേയുടെ ഒരു തുണ്ട് ഭൂമി പോലും വിട്ടുതരാൻ പോകുന്നില്ല. അപ്പോൾ റെയിൽവേ ഭൂമി വിട്ടുതരണമെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ റെയിൽവേക്കും ഗുണമുണ്ടാവണം. അപ്പോൾ ഒരു മൂന്നാം പാത, അതിവേഗ തീവണ്ടികൾ പോകുന്ന ഒരു മൂന്നാം പാത ഒരു പക്ഷേ റെയിൽവേയും കേരളയിലും ഒക്കെ സഹകരിച്ച് സാധ്യമായേക്കാം. അതിനും അപ്പുറത്തേക്ക് ഒന്നും ഈ സംവിധാനം പ്രതീക്ഷിക്കേണ്ട എന്നാണ് റെയിൽവേയുടെ ചർച്ചയിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ശരി.